നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. സോളാർ കമ്മീഷൻ ബിജു രാധാകൃഷ്ണനെ തെളിവെടുപ്പിന് വിട്ടത് മാനദണ്ഡം പാലിക്കാതെയാണെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. കൊലക്കേസ് പ്രതിയെ തെളിവെടുപ്പിന് വിട്ടത് സെഷൻസ് കോടതിയുടെ അനുമതിയില്ലാതെയാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയുമായി സോളാർ കമ്മീഷൻ രംഗത്ത് വന്നു. ബസ്സിലും ട്രെയിനിലും 2 പോലീസുകാരെ കൂട്ടി ബിജുവിനെ വിട്ടത് ആരും മറക്കരുതെന്ന് കമ്മീഷൻ തിരിച്ചടിച്ചു. സോളാർ കേസിൽ വിചാരണ വൈകുന്നതിനെതിരെ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് ബി കമാൽ പാഷ. ബിജു രാധാകൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കാത്തതാണ് വിചാരണ വൈകുന്നതിന് കാരണമെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഈ ഘട്ടത്തിലാണ് സോളാർ ജുഡീഷ്യൽ കമ്മീഷന്റെ തെളിവെടുപ്പ് രീതിയെ കോടതി വിമർശിച്ചത്. സെഷൻസ് കോടതിയുടെ അനുമതി വാങ്ങാതെയാണ് ബിജു രാധാകൃഷ്ണനെ തെളിവെടുപ്പിന് അയച്ചതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഇക്കാര്യത്തിൽ കമ്മീഷന്റെ നടപടികൾ ന്യായീകരിക്കാവുന്നതല്ല. കമ്മീഷൻ ഈ പിഴവ് പരിഹരിക്കുകയും തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുകയും വേണം. അല്ലെങ്കിൽ കോടതിക്ക് സ്വമേധയാ ഇടപെടേണ്ടി വരുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കമ്മീഷന്റെ നടപടിയിലെ പോരായ്മ ചൂണ്ടിക്കാട്ടിയ ആഭ്യന്തരമന്ത്രിയുടെ നിലപാടിനെ കോടതി പിന്താങ്ങി. മന്ത്രിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണം. എന്നാൽ പൊതുവിമർശനങ്ങളോട് സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ പ്രതികരിച്ചു. മതിയായ സുരക്ഷ നൽകിയാണ് ബിജു രാധാകൃഷ്ണനെ തെളിവെടുപ്പിന് കൊണ്ടുപോയത്. ബസ്സിലും ട്രെയിനിലും 2 പോലീസുകാരോടൊപ്പം ബിജുവിനെ അയച്ചവരാണ് കമ്മീഷനെ ഇപ്പോൾ വിമർശിക്കുന്നതെന്നും സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ വിശദീകരിച്ചു. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയം ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, മുതിർന്ന അഭിഭാഷകൻ, ശ്രീ എ ഷുക്കൂർ, ആലപ്പുഴ DCC പ്രസിഡന്റ്, ഒപ്പം തന്നെ ശ്രീ പ്രവീൺ പരമേശ്വരൻ, അഭിഭാഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ശാസ്തമംഗലം അജിത്ത്, 10-ാം തീയതിയാണ് ഈ തെളിവെടുപ്പിന് അവസാനമായി വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് ബിജു രാധാകൃഷ്ണന് അന്ത്യശാസനം നൽകിയിരുന്നത് സോളാർ കമ്മീഷൻ. അന്ന് അദ്ദേഹം ഇപ്പോൾ തെളിവ് നൽകാൻ കഴിയില്ല, അല്ലെങ്കിൽ 6 മണിക്കൂർ കൂടി സമയം തന്നാൽ ഇവിടത്തേക്ക് യാത്ര ചെയ്തു പോയി ഒരു തെളിവെടുത്ത് നൽകാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, 6 മണിക്കൂർ കൊണ്ട് തെളിവെടുത്ത് നൽകാൻ കഴിയുമെന്ന് ഒരു സാക്ഷി അല്ലെങ്കിൽ ഒരു പ്രതി അവിടെ അറിയിച്ചാൽ എന്താണോ ഒരു കോടതി അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ചെയ്യേണ്ടിയിരുന്നത്, അതല്ല ജുഡീഷ്യൽ കമ്മീഷൻ ചെയ്തത് എന്നാണോ താങ്കൾ പറയുക? ആവശ്യമായ സുരക്ഷ ഒരുക്കിയതിന് ശേഷമാണ് തെളിവെടുപ്പിൽ പോയതെന്ന് ഇന്ന് കമ്മീഷൻ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീ ശാസ്തമംഗലം അജിത്ത്, താങ്കളോട് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ കേൾക്കാമോ? ഹലോ. യെസ്. ഈ സംഗതിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോയിന്റ് ഒന്നുമല്ല ഇതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. സുരക്ഷയുടെ ക്വസ്റ്റൻ ഒന്നുമല്ല ഇതിനകത്ത്. ഈ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് 1952 ആ നിയമപ്രകാരമാണ്. അതായത് ലെജിസ്ലേച്ചറിൽ റെസൊല്യൂഷൻ വന്നതിന് ശേഷം ഗവൺമെന്റ് ഓഫ് കേരളയാണ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. കമ്മീഷൻ ഹാസ് എ സ്പെസിഫിക് ടേംസ് ഓഫ് റെഫറൻസ്. ആ ടേംസ് ഓഫ് റെഫറൻസിനകത്ത് ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ഓഫീസ് ഓഫ് ദി ചീഫ് മിനിസ്റ്റർ എന്ന് ടേംസ് ഡിക്ലെയർ ചെയ്തതിനു ശേഷം ക്യാബിനറ്റിന്റെ പൊസിഷൻ ഡിക്ലറേഷൻ വന്നതിന് ശേഷം ചീഫ് മിനിസ്റ്ററുടെ പ്രസ് കോൺഫറൻസ് ഉണ്ട്. ഇഫ് യു വാണ്ട് ഞാൻ അതിലേക്ക് പോകാം. എനിവേ, കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് 1952 സെക്ഷൻ 4, പവർ ഓഫ് ദ കമ്മീഷൻ. Commission shall have the power of a civil court while trying a suit under the Code of Civil Procedure 1908 in respect of the following matters. അതിൽ പിരിവ് നമ്പർ B, requiring the discovery and production of any document. അപ്പം ബിജു രാധാകൃഷ്ണൻ ഈസ് എ പാർട്ടി ഇൻ ദ കമ്മീഷൻ. അപ്പോൾ കമ്മീഷനോട് വന്നിട്ട് ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷന് പവറില്ല എന്ന് സെക്ഷൻ 4 വായിച്ചാൽ പവറില്ല എന്ന് പറയാമോ? ഒന്ന്. പിന്നെ രണ്ടാമത്, ഇതിനകത്ത് സിറ്റുവേഷൻ വന്നത് ഇന്ന് ജസ്റ്റിസ് കമാൽ പാഷയുടെ ജഡ്ജ്മെൻറ്റിലേക്ക് റെഫർ ചെയ്യാം. അദ്ദേഹം പറഞ്ഞത് അക്യൂസ്ഡ് വാസ് ഈസ് എ ലൈഫർ. അപ്പോൾ ലൈഫർ എന്ന് പറയുമ്പോൾ ഈസ് എ കസ്റ്റോഡിയ ലെജിസ്. സെൻട്രൽ പ്രിസണിൽ അദ്ദേഹത്തെ താമസിപ്പിച്ചിരിക്കുന്നത് ഇൻ പെർസുവൻസ് ഓഫ് എ കമ്മിറ്റൽ വാറണ്ട് ബൈ ദി സെഷൻ ജഡ്ജ്. ആ സെഷൻ ജഡ്ജിൻ്റെ ഉത്തരവിനെ ഹൈക്കോടതി സെറ്റിസൈഡ് ചെയ്യുന്നവരെ ഇറ്റ് ഈസ് വാലിഡ്. അപ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്നും പുറത്തോട്ട് പോയി കസ്റ്റോഡിയ ലെജിസ് ആയിട്ടുള്ള ഒരാളെ പുറത്തോട്ട് കൊണ്ടുപോകുന്നതിന് definitely the session judge should be taken note of. Now another point is, ഒരാളല്ല സെന്റൻസ് ഓഫ് ഇംപ്രിസൺമെന്റ് വിധിച്ചു കഴിഞ്ഞാൽ he goes into the custody of the government. എക്സിക്യൂട്ടീവിന്റെ കയ്യിൽ പോകുന്നു. എക്സിക്യൂട്ടീവ് മീൻസ് ദ ഗവർണർ ഓഫ് കേരള. അപ്പം therefore the movement of a prisoner from one prison to another or from any place is subject to the jail rules. അതുകൊണ്ട് ചട്ടങ്ങൾ പാലിക്കാതെ പറ്റില്ല എന്നാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞത് അതാണ്. ഒരു പ്രേക്ഷകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്, എരുമേലിയിൽ നിന്ന്. പറയൂ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ. ഇപ്പോൾ കമ്മീഷനെ കുറ്റപ്പെടുത്തുന്നവര് ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം
ഈ ബിജു രാധാകൃഷ്ണനെ സ്വന്തം കൂട്ടുകാരനെ പോലെ പത്തനംതിട്ടയിൽ കൂടി കൊണ്ടു നടക്കുന്നത് ഞങ്ങൾ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും കോടതിയാണെങ്കിലും കമ്മീഷനെ കുറ്റപ്പെടുത്തുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതാണ് ശ്രീ പ്രവീൺ, ഇക്കാര്യത്തിൽ ഇന്ന് കമ്മീഷൻ ഇതിന് മറുപടി പറയുമ്പോഴും പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, 2 പോലീസുകാരെ മാത്രം കൂട്ടി പലയിടത്തും ബിജു രാധാകൃഷ്ണനെ കൊണ്ടുപോയ ചരിത്രമാരും മറന്നു പോകരുത്, ഇപ്പം സുരക്ഷയെക്കുറിച്ച് വാചാലരാവുന്നവർ എന്നതാണ്. പിന്നെ ഒന്ന്, ഇങ്ങനെ ഒരു തെളിവ് തരാമെന്നൊരു വളരെ പ്രധാനപ്പെട്ട കേസിൽ പ്രതി പറയുമ്പോൾ എടുത്തു ചാടി കമ്മീഷൻ പുറപ്പെടരുതായിരുന്നു അതിൻ്റെ പുറകെ എന്ന അഭിപ്രായവും. ഇത് രണ്ടിനും കമ്മീഷൻ നൽകുന്ന മറുപടി എന്തെപ്പോൾ ചെയ്യണമെന്ന ഉത്തമ ബോധ്യം കമ്മീഷനുണ്ട് എന്നതാണ്. മറ്റൊന്നും മതിയായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നതും. ഇപ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ സ്വീകരിക്കുന്ന നിലപാട് മുൻകാലത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വേണ്ടത്ര സുരക്ഷ ഏർപ്പാടാക്കാതെ ബിജുവിനെ ഒരുപാട് സ്ഥലത്തേക്ക് കൊണ്ടു നടന്നിട്ടുണ്ട് എന്നും കാണാൻ കഴിയും. ഈ വിമർശനം രാഷ്ട്രീയ താല്പര്യം ഉള്ളതാണോ? ഒപ്പം തന്നെ കമ്മീഷന്റെ ഈ യാത്ര തിടുക്കപ്പെട്ടതായിപ്പോയി എന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? നിഷാദ്, ഇവിടെ 1-2 കാര്യങ്ങളാണ് എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ ഒന്ന്, സുരക്ഷയെക്കുറിച്ച് പറയുന്ന ആഭ്യന്തരമന്ത്രിയും സുരക്ഷയെക്കുറിച്ച് പറയുന്ന പോലീസിന്റെ കാര്യത്തിൽ നമ്മൾ എടുത്താൽ, ഒന്ന്, ബിജു രാധാകൃഷ്ണനെ മറ്റ് എല്ലാ കോടതികളിലേക്കും കൊണ്ടുപോയ സാഹചര്യത്തിലും അന്ന് കമ്മീഷനിൽ തെളിവെടുപ്പിന് വിസ്താരത്തിന് വേണ്ടി കൊണ്ടുവന്ന സാഹചര്യത്തിലും എന്ത് സുരക്ഷയാണ് ബിജു രാധാകൃഷ്ണൻ ഒരുക്കിയിരുന്നത് എന്നുകൂടെ പറയാൻ വേണ്ടിയിട്ട് സർക്കാർ ബാധ്യസ്ഥരാണ്. സരിത എസ് നായരെ ഇതുപോലെ തന്നെയുള്ള ഒരു പ്രതിയെ കേരളത്തിലെ നേർവഴികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു ഊടുവഴിയിലൂടെ കൊണ്ടുപോയപ്പോഴത്തേക്കും കേരള പോലീസ് എന്ത് സുരക്ഷയാണ് അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്? നിഷാം എന്ന പ്രതിയെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് പോലീസിന്റെ ഫോണിൽ സംസാരിക്കാൻ അനുവദിച്ച സാഹചര്യത്തിൽ എന്ത് സുരക്ഷയാണ് ആ പ്രതിക്ക് വേണ്ടിയിട്ട് സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത്? എന്ത് അധിക സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത് ഇപ്പൊ ബിജുവിനെ കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന 6 പോലീസുകാർക്കും അപ്പുറത്തേക്ക് എന്നുള്ളത് കൃത്യമായിട്ട് വിശദീകരിക്കുവാൻ വേണ്ടി കൂടെ നമ്മുടെ ആഭ്യന്തരമന്ത്രി തയ്യാറാകണം സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ. 1. 2, ബിജു രാധാകൃഷ്ണൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും 3.5 കോടി ജനങ്ങളുടെയും അഭിമാനത്തിനെ ബന്ധിയാക്കി വെച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ വീഡിയോ തന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് ഹാജരാക്കുവാൻ ഏതാണ്ട് 1.5 ആഴ്ചയോളം കൊടുക്കുന്നു. അതിനുശേഷം വന്നപ്പോൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുകയല്ല, മറിച്ച് 6 മണിക്കൂർ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ CD ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതായത് കമ്മീഷന് കമാൽ പാഷയുടെ തന്നെ ഇതിനു മുമ്പുള്ള ജസ്റ്റിസ് കമാൽ പാഷയുടെ ചില വാക്കുകളെ ഒന്ന് വ്യാഖ്യാനിക്കുകയല്ല, അതിനെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, നിയമത്തിന്റെ ടെക്നിക്കാലിറ്റി കൊണ്ട് കണ്ണും കൈയും കാലും ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ കമ്മീഷന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള വെല്ലുവിളിയോടുകൂടെ 6 മണിക്കൂർ അപ്പുറത്തിരിക്കുകയാണ്, ഞാൻ മറ്റൊരു ദിവസം ഹാജരാക്കാമെന്ന് പറയുമ്പോൾ കമ്മീഷന് മുന്നിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ ആ ബന്ധനത്തിന്റെ കാഞ്ചനക്കൂട്ടിൽ കിടന്നുകൊണ്ട് നീ തിരിച്ചു ജയിലിൽ പൊക്കോളൂ, നിനക്ക് സൗകര്യമുള്ളപ്പോൾ കൊണ്ടുവന്നോളൂ എന്ന് പറയാം. അതല്ലെങ്കിൽ ഇനി ഇത്തരത്തിൽ കമ്മീഷനെ ഒരു മുൾമുനയിൽ നിർത്തുവാൻ സമ്മതിക്കുകയില്ല എന്നുള്ള രീതിയിൽ ഒരു അംശത്തിലേക്ക് പോകാം. ഒന്നുകിൽ നിയമത്തിന്റെ ടെക്നിക്കാലിറ്റിയിൽ കുരുങ്ങിക്കിടക്കാം, അല്ലെങ്കിൽ നിയമത്തിനുള്ളിലേക്ക് ഒരു മനുഷ്യ സ്പർശം കൂടെ കൊടുത്തുകൊണ്ട് തീരുമാനിക്കാം. ഇവിടെ ടെക്നിക്കാലിറ്റിക്കും അപ്പുറത്തേക്ക് കമ്മീഷൻ അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. അതാണ് സമൂഹത്തിന്റെ ഗുണത്തിന് നല്ലത്. താങ്കളുടെ നിലപാട്. അബ്ദുൽ നാസർ കോഴിക്കോട് നിന്നുള്ള പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ അബ്ദുൽ നാസർ, പറയൂ. കമ്മീഷന് ഇനിയും ബിജു രാധാകൃഷ്ണന് ഇത്ര സമയം കൊടുക്കേണ്ട യാതൊരു വിധ ആവശ്യവുമില്ല. ഒരു ക്രിമിനൽ പ്രതിയാണ്. അദ്ദേഹത്തിന് ഇനിയും കമ്മീഷൻ ഇത്ര സമയം കൊടുത്ത് ഒരിക്കലും വിശ്വസിക്കുന്നതാണ് താങ്കളുടെ ചോദ്യം. നന്ദി. ശ്രീ എ ഷുക്കൂർ, ഇക്കാര്യത്തിൽ കമ്മീഷനെ വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. രമേശ് ചെന്നിത്തല നേരത്തെ എടുത്ത നിലപാടിനെ ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ സാധൂകരിക്കുന്നുമുണ്ട്, വേണ്ടത്ര സുരക്ഷ നൽകിയില്ല എന്ന്. അതായത് ഒരു വളരെ പൊളിറ്റിക്കൽ പ്രാധാന്യമുള്ള ഒരു കേസിൽ തിടുക്കപ്പെട്ട ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹമെന്ന് ആ വിമർശനത്തോട് ചേർത്ത് വെച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഇന്നിപ്പോൾ തന്നെ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് എല്ലായ്പ്പോഴും അതിനുശേഷവും കമ്മീഷൻ പറഞ്ഞത്. ബിജു രാധാകൃഷ്ണനെയും കൊണ്ട് പോകുമ്പോൾ പോലീസ് അതിൻ്റെ പ്രശ്നം കാരണം തെളിവ് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ബിജു രാധാകൃഷ്ണനെ സമയത്ത് ഹാജരാക്കാൻ പോലീസിന് കഴിയുന്നില്ല. ബിജുവിനെ എവിടെയും കമ്മീഷൻ അവിശ്വസിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. പൂർണ്ണമായും ഇപ്പോഴും വിശ്വസിക്കുകയാണ്. തെളിവ് കിട്ടാഞ്ഞിട്ടും ബിജുവിനെ തള്ളിപ്പറയുന്നുമില്ല. കമ്മീഷൻ സുതാര്യമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കുന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഈ കമ്മീഷന്റെ പ്രവർത്തനം സംബന്ധിച്ച് ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. കമ്മീഷന് പറ്റിയ വീഴ്ചകളോ പാളിച്ചകളോ കുറ്റങ്ങളോ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുകയായിരുന്നില്ല. ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം
നിയമപരമായി എടുക്കേണ്ട ചില നടപടിക്രമങ്ങൾ എടുത്തിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് വീണ്ടും അത്തരത്തിൽ ആവർത്തിക്കാതിരിക്കുന്നത് നല്ലത്. അല്ലാതെ ഒരു വിമർശനമോ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ അല്ല. ഞാനും അത്തരത്തിൽ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ നടപടികളെ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ അല്ല. പക്ഷേ വളരെ വലിയൊരു തെറ്റുണ്ടായിട്ടുണ്ട്. വക്കീൽ ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വക്കീൽ പറഞ്ഞത് ഒരു രാഷ്ട്രീയക്കാരനെ പോലുള്ളവർ പറയുന്ന ഒരു ന്യായം മാത്രമായിട്ട് എനിക്ക് പുച്ഛിച്ച് തള്ളുകയാണ് ഇത്തരം കാര്യങ്ങൾ. ഇത് വളരെ മോശമാണ്. ഇങ്ങനെ വന്നിരുന്നല്ല പറയട്ടെ. നിയമം പറയട്ടെ. ഞാൻ രാഷ്ട്രീയം കൂടെ പറയുകയും നിയമം കൂടെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഏകപക്ഷീയമായി ഗവൺമെൻറ് എന്തോ കുറ്റം ചെയ്തതുപോലെയാണ്. കമ്മീഷൻ പറഞ്ഞതല്ല ചെയ്തതല്ല. ശരിയാണോ കമ്മീഷൻ ചെയ്തത്? കമ്മീഷൻ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു പ്രതിയെ എങ്ങനെയാണ് നിയമപരമായി ആ പ്രതിയെ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിന് ചില നടപടിക്രമങ്ങളില്ലേ? അതിവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും പാലിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശിക്ഷിക്കപ്പെട്ട കോടതി അദ്ദേഹത്തിന് വേണ്ട അനുവാദം കൊടുക്കണം. അനുവാദമായി ഏത് കോടതിയിൽ നിന്നാണ് ഇദ്ദേഹം വാങ്ങിയിട്ടുള്ളത് ഈ കമ്മീഷൻ? 2, ഈ പ്രതിയാണ്. നമ്മളെ കാണുന്നില്ല. എത്രയോ പ്രതികളെ കൈവിലങ്ങ് വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ ഇദ്ദേഹത്തിന് മുന്നിൽ സാക്ഷിയായിരിക്കാം. പക്ഷേ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതി ബിജു രാധാകൃഷ്ണൻ 58 കേസുകളിലെ മറ്റ് കേസുകളിലെ പ്രതി. അക്കാര്യത്തിൽ ഷുക്കൂർ, ഈ കമ്മീഷന് മറുപടിയുമുണ്ട്. എല്ലായ്പ്പോഴും കേരളം മുഴുവൻ ബിജു രാധാകൃഷ്ണനെ കൊണ്ടു നടക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന കൊലപാതക കേസിലെ പ്രതിക്ക് കൊടുക്കുന്ന വലിയ പോലീസ് ബന്ദോബസ്തിലാണോ എന്നതാണ്. ഇവിടെ പലപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ആലുവയിലും മറ്റും 2 പോലീസുകാരുടെ കൂടെ മാത്രമായി നടന്നു പോകുന്നത്. നേരത്തെ പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ച പ്രേക്ഷകനും അത് പറയുന്നു. ആ തരത്തിലുള്ള സുരക്ഷ എല്ലായ്പ്പോഴും നൽകുന്നുണ്ടോ? കമ്മീഷന്റെ കാര്യത്തിൽ മാത്രം വരുമ്പോൾ നിങ്ങൾക്ക് ഈ വിമർശനം എങ്ങനെയാണ്? നിഷാദ്, അങ്ങനെയല്ല. ഒരു ഗവൺമെന്റിന്റെ ഭാഗം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന പ്രതിക്ക് പരോള് കൊടുക്കാനുള്ള അധികാരി ആരാണ്? ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്യട്ടെ. ഗവൺമെന്റ് നിക്ഷിപ്തമായ കാര്യങ്ങൾ ചെയ്തു വരികയല്ലേ ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി അത് ചൂണ്ടിക്കാട്ടിയത്. ജെയിംസ് പറയൂ, താങ്കളുടെ അഭിപ്രായം. ഹലോ ജെയിംസ് പറയൂ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഒരേ ഒരു കോൺസ്റ്റബിളിന്റെ കൂടെ മാത്രം കോൺസ്റ്റബിൾ ചായയും കയ്യിൽ കൊണ്ടേ കൊടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് 1 മാസം മുമ്പ്. ഇതിന് പറയുന്നൊരു യാതൊരു കാര്യമില്ല. അതാണ് താങ്കളുടെ അഭിപ്രായം. അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സുരക്ഷയെക്കുറിച്ച് വാചാലാവുന്നതിൽ കഥയില്ല എന്നാണ്. ശ്രീ ശാസ്തമംഗലം അജിത്ത്, ഇക്കാര്യത്തിൽ ഇന്ന് കമ്മീഷൻ നൽകിയ മറുപടി എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ കമ്മീഷന് പൂർണ്ണമായ ബോധ്യമുണ്ട്. എന്തെങ്കിലും തെറ്റു ചെയ്തുവെന്ന് കരുതുന്നില്ല. ആവശ്യമായ സുരക്ഷ നൽകിയാണ് അദ്ദേഹത്തെ കോയമ്പത്തൂരിലേക്ക് അയച്ചത്. കോയമ്പത്തൂർ എന്നാൽ അമേരിക്കയല്ല എന്നോർക്കണമെന്നാണ്. വിരമിച്ച ജഡ്ജിയാണ് അദ്ദേഹം. ഹൈക്കോടതി വിമർശനം വരുമ്പോൾ തനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയും. ഒപ്പം വേണ്ടത്ര സുരക്ഷ നിങ്ങൾ എല്ലായ്പ്പോഴും നൽകിയിട്ടില്ലല്ലോ എന്ന മറുചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ മറുപടി കൊണ്ട് ഹൈക്കോടതി വിമർശനം തൃപ്തികരമായി പരിഹരിക്കപ്പെടുന്ന ഒന്നാണോ, അല്ലെങ്കിൽ ആ മറുപടി ആവശ്യമായ വേണ്ട തരത്തിൽ തൃപ്തികരമായി മാറുന്നുണ്ടോ, അതോ കോടതിയുടെ അനുമതി ഇല്ലാതെ എവിടേക്ക് കൊണ്ടുപോയി എന്നത് ഇപ്പോഴും പ്രസക്തമായ പിഴവായി തുടരുകയാണോ? ഒരു മിനിറ്റ് സമയം തരണേ. 1 മിനിറ്റ് സമയം തരണം സംസാരിക്കാൻ. 1 മിനിറ്റ് സമയം പറയൂ താങ്കൾ. ഈ കാര്യത്തിൽ എനിക്ക് 2 കാര്യം പറയാനുണ്ട്. ഒന്ന്, കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് 1952 10A എന്നൊരു വകുപ്പുണ്ട്. അതായത് കമ്മീഷനെതിരെയുള്ള കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കാനായിട്ടുള്ള അധികാരം കമ്മീഷനുണ്ട്. അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ് ഉണ്ട്. ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമി വേഴ്സസ് അരുൺ ഷൗറി. ജസ്റ്റിസ് കുൽദീപ് സിംഗ് കമ്മീഷൻ ഓഫ് എൻക്വയറി ആയിരുന്നപ്പോൾ അതിനെ സംബന്ധിച്ച് അരുൺ ഷൗറിയുടെ ഒരു ആർട്ടിക്കിൾ വന്നു. ആ ആർട്ടിക്കിൾ സ്കാൻഡലസ് ആണ്, കണ്ടംപ്റ്റ് ആണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്മീഷന്റെ ഒരു നടപടിയെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ നോക്കിക്കാണുന്നത് എനിക്ക് ഈ ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കമ്മീഷൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ, കമ്മീഷൻ ചെയ്യേണ്ടിയിരുന്ന എന്താണ് എന്നൊരു അഭിഭാഷകനായ എനിക്ക് പറയാനായിട്ട് എൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ അതിൻ്റെ നിയമവശം ഞാൻ പറയാം. കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൻ 5A ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി കമ്മീഷന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെയോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ സഹായം ആവശ്യപ്പെടാം. അത് എൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള അധികാരം കമ്മീഷനുണ്ട്. അതിനകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ജസ്റ്റിസ് പാഷ പറഞ്ഞതുപോലെ അതിനകത്ത് വന്നിട്ടുള്ള ഒരു ടെക്നിക്കൽ പോയിന്റ്, ലൈഫ് സെന്റൻസിൽ കിടക്കുന്ന ഒരു പ്രതി, ഹീസ് എ കസ്റ്റോഡിയ ലെജിസ്, അതായത് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു പ്രതിയാണത്. ആ പ്രതിയെ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് വാട്ട് ഇസ് എ പ്രൊസീജിയർ, ആ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ, ദാറ്റ് ഈസ് എ പോയിന്റ് ടു ബി ഡിസ്കസ്ഡ്. അല്ലാതെ സുരക്ഷ എല്ലാ ക്വസ്റ്റ്യൻ.
അപ്പോൾ ഇതിനകത്ത് വന്ന ഒരാൾ പറയുന്നു, ഇതിനകത്ത് വളരെ പബ്ലിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അത് ഡെഫിനറ്റ് മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ്. അയാൾ പറയുന്നത് ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇന്നതുപോലെ ഒരു റെക്കോർഡ് ഉണ്ടാകും, ആ റെക്കോർഡ് കണ്ടെടുക്കാമെന്ന് കമ്മീഷൻ ഒരു വിവേചന അധികാരം ഉപയോഗിച്ച് തീരുമാനിക്കുന്നു. ആ തീരുമാനം ശരിയോ തെറ്റോ എന്ന് പറയാനായിട്ടൊരു അഭിഭാഷകനായി എനിക്ക് അവകാശമില്ല, ഞാനത് പറയുന്നുമില്ല. ദാറ്റ് ഈസ് ബിയോണ്ട് മൈ ടേംസ് ഓഫ് റെഫറൻസ്. ബട്ട് ഐ വുഡ് സേ വൺസ് ദ കമ്മീഷൻ ഹസ് ടേക്കൺ ദാറ്റ് ഡിസിഷൻ, അവിടെ പോകണമെന്ന് കമ്മീഷൻ ആ തീരുമാനം എടുത്ത സ്ഥിതിക്ക് കമ്മീഷന് സെക്ഷൻ 4 സെക്ഷൻ 5 പ്രകാരവും തീർച്ചയായും കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിനകത്ത് അദ്ദേഹത്തെ അധികാരപ്പെടുത്തുന്ന വകുപ്പുകളുണ്ട്. ഇല്ലാന്ന് പറയുന്നത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് വായിക്കാതെ പറയുന്നത് പോലെ ആയിപ്പോവും. പക്ഷേ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് കസ്റ്റോഡിയാലജിസ് ആയിട്ടുള്ള ഒരു പ്രതി, ഒരു ലൈഫർ, അദ്ദേഹത്തെ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈസ് ദർ എനി റൂൾസ് ഉണ്ടെങ്കിൽ അതെന്ത്? ഇതിനെ സംബന്ധിച്ച് സമാനമായിട്ടുള്ള ഒരു കേസും ഇന്ത്യയിലെ ഒരു ഹൈക്കോടതിയിലും ഒരു കോടതിയിലും ഉണ്ടായിട്ടില്ല. ദിസ് ഈസ് എ നോവൽ കേസ്. അതുകൊണ്ട് ദിസ് ഹാസ് ടു ബി ഗിവൺ. അത് ജൂറിസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ വരട്ടെ, അവർ അതിനകത്തുള്ള അഭിപ്രായം പറയുന്നതാണ്. ഹരികുമാർ എന്ന പ്രേക്ഷകൻ അബുദാബിയിൽ നിന്ന്. ഹരികുമാർ പറയൂ. ഇതെല്ലാം കേട്ടിട്ട് നമുക്ക് ചിരിക്കാനല്ല, ജനങ്ങൾക്ക് ചിരിക്കാനല്ലേ പറ്റൂ. ഇവരുടെ നിയമങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ എന്തോ ഈ നിയമം കാണിച്ചേക്കുന്നത്. നിസാം ബാംഗ്ലൂരിൽ സുവാസം നടത്തിയിട്ട് ഇവരെന്ത് ചെയ്തു? ഇതെല്ലാം ഇവർ ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇവരെല്ലാം കണ്ടോണ്ട് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഈ മന്ത്രിസഭ തന്നെ എന്താ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സർക്കാർ വിശ്വസിക്കുകയാണ്. പ്രവീൺ, ഇക്കാര്യത്തിൽ ഇന്ന് സോളാർ കമ്മീഷനെതിരെ ഉയർത്തുന്ന വിമർശനങ്ങൾ പലപ്പോഴും വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുടുംബ കഥകളൊക്കെ കേൾക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നു കമ്മീഷൻ എന്നാണ്. സരിതയുടെ കുട്ടിയുടെ അച്ഛനാരെന്നറിയേണ്ട കാര്യം എന്താണ് ഈ കേസിലിൻ്റെ മെറിറ്റിലേക്ക് പോകുമ്പോൾ കമ്മീഷന്? അതിന് സമയം കളയുന്നു കമ്മീഷൻ. യഥാർത്ഥ വിഷയങ്ങളിലേക്ക് പോകാതെ പലപ്പോഴും അമിതാവേശം കാണിക്കുന്നു. അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ എന്തൊക്കെ സാങ്കേതിക നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകണം എന്നത് അറിയാത്തയാളെ പോലെ പെരുമാറുകയും രാഷ്ട്രീയ ആവേശത്തിൽ അല്ലെങ്കിൽ പൊതുബോധത്തിനൊപ്പം ചേർന്ന് അങ്ങനെ സഞ്ചരിക്കാൻ ആവേശവും തിടുക്കവും കാണിക്കുന്നു എന്നതൊക്കെയാണ് കമ്മീഷനെക്കുറിച്ചുള്ള വിമർശനം. നേരത്തെ പറഞ്ഞതുപോലെ ബിജു രാധാകൃഷ്ണൻ ഇത്ര ദൂരം ഓടിപ്പോയി തെളിവ് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലും ബിജുവിനെതിരെ ഒരു വിമർശനവുമില്ല കമ്മീഷന് എന്നതാണ്. അതെന്താണ് അങ്ങനെ? നിഷാദ്, ഞാൻ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഒന്ന്, ഒരു വ്യക്തമായ ഒരു നിയമജ്ഞന്റെ കണ്ണിലൂടെ ഇതിനെ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ ജീവിയുടെ കണ്ണിലൂടെ ഇതിനെ കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ അത് രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നത് പോലെയാണെന്ന് തോന്നുന്നുവെങ്കിൽ രാഷ്ട്രീയക്കാർ സംസാരിക്കുന്ന അത്ര മോശമായ രീതിയിലെ സംസാരമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ശ്രീ ഷുക്കൂറിനോട് എനിക്ക് അതാണ് പറയാനുള്ളത്. അതൊന്ന്. ഇനി രണ്ട്, സുരക്ഷയും ടെക്നിക്കാലിറ്റിയുമാണല്ലോ രണ്ട് വിഷയം. ഒന്ന്, സുരക്ഷയാണ് വിഷയമെങ്കിൽ സർ, കേരളത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഏത് പ്രതിയെ ചുറ്റും 10 പോലീസുകാർ വളഞ്ഞു നിന്ന് കയ്യിൽ ഒരു AK-47 സുരക്ഷ ഏർപ്പെടുത്തി ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിൽ കൊണ്ടുപോകുന്നതാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്? ഏത് പ്രതിയാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്? ഈ ബിജു രാധാകൃഷ്ണൻ നിങ്ങൾ അങ്ങനെയാ കൊണ്ടുപോകുന്നേ? ജയിലിൽ നിന്ന് കമ്മീഷന്റെ അടുത്തേക്ക് അങ്ങനെയാ പോലീസ് കൊണ്ടുവന്നേ? ഈ കമ്മീഷന്റെ അടുത്ത് നിന്ന് തിരിച്ച് ജയിലിലേക്ക് അങ്ങനെയാ പോലീസ് കൊണ്ടുപോകുന്നേ? ഇനി അടുത്ത് ടെക്നിക്കാലിറ്റിയാണ് വിഷയമെങ്കിൽ ടെക്നിക്കാലിറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളെയും കൃത്യമായ രീതിയിൽ പരിപാലിച്ചാണ് മുന്നോട്ട് പോയത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെയുള്ള എന്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിയമം എപ്പോഴും ടെക്നിക്കാലിറ്റി കൊണ്ട് കയ്യും കാലും ബന്ധിച്ചിടേണ്ടതാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതിനപ്പുറത്തേക്ക് ഉയരുവാൻ നിയമത്തിന് കഴിയണം. പിന്നെ സരിതയുടെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ച കാര്യങ്ങൾ, ഇതൊരു നിയമപരമായി മാത്രമുള്ള കേസോ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമുള്ള കേസോ 10 രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് 20 രൂപ ഇങ്ങോട്ട് മറിച്ചു എന്ന് പറയുന്ന കേസോ ഒന്നുമല്ല. പല മന്ത്രിമാരും പല രാഷ്ട്രീയ നേതാക്കളും ആയിട്ട് സരിത എന്ന ഒരു സ്ത്രീക്കുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കേസാണിത്. അല്ലെങ്കിൽ വ്യക്തിപരമായി ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന ബന്ധത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന കേസാണിത്. ടെക്നിക്കാലിറ്റി മാത്രമല്ല, അവിടെ വ്യക്തിപരമായ ബന്ധങ്ങൾ എന്ത് എന്നുകൂടെ തിരിച്ചറിയാതെ, അതിനുള്ളിലെ ഡൈനാമിക്സ് എന്താണെന്ന് കൂടെ തിരിച്ചറിയാതെ കമ്മീഷൻ എങ്ങനെയാണ് ഒരു തീരുമാനമെടുക്കാൻ കഴിയുക? ഇത് വെറും ടെക്നിക്കാലിറ്റി മാത്രമല്ല, പേഴ്സണൽ ബന്ധങ്ങളിലൂടെയും അതിന്റെ ഷുക്കൂർ, ഇക്കാര്യത്തിൽ ഇന്ന് വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും അല്ലെങ്കിൽ നേരത്തെ മന്ത്രി വിമർശനം ഉന്നയിച്ചെങ്കിലും അതൊന്നും ഉൾക്കൊള്ളാൻ സോളാർ കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നാണ്. എന്തു ചെയ്യണമെന്ന ബോധ്യമുണ്ട്. മണ്ടനാണെന്ന് കരുതി കമ്മീഷനെ കുറിച്ച് അഭിപ്രായം പറയരുത് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ബിജു രാധാകൃഷ്ണൻ 10-ാം തീയതി തെളിവ് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ ബിജുവിന് കഴിയാത്തത് കൊണ്ട് ആരോപണം ആകെ തന്നെ വെള്ളത്തിലായെന്നും സർക്കാർ കരകയറിയെന്നും നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ബിജു രാധാകൃഷ്ണനെ എവിടെയെങ്കിലും അവിശ്വസിക്കാനോ തെളിവ് തരാത്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനോ കമ്മീഷൻ തയ്യാറാവുന്നില്ല. ബിജുവിൻ്റെ കയ്യിൽ നിന്ന് തെളിവുകൾ വരുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുകയും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലയെടുക്കുകയും ചെയ്യുകയാണ് സോളാർ കമ്മീഷൻ. കമ്മീഷൻ്റെ ഈ അടുത്ത കാലത്തെ പ്രവർത്തനങ്ങളിലാകെ തന്നെ ഒരു സർക്കാർ വിരുദ്ധ ചുവയുണ്ട് എന്ന് കാണുന്നുണ്ടോ, സംശയിക്കുന്നുണ്ടോ?
ഞങ്ങൾ അങ്ങനെ സർക്കാർ വിരുദ്ധ ഒരു ചുവയുണ്ടെന്നോ അല്ലെങ്കിൽ അത്തരത്തിലോ ഒന്നും സംശയിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഇതിനകത്ത് വളരെ ഓപ്പണാണ്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയാമല്ലോ. ഇൻട്രീം റിപ്പോർട്ടാണ് ഇനി വേണ്ടതെങ്കിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് കൊടുക്കട്ടെ, അതിൽ പറയട്ടെ. അദ്ദേഹം എന്താ ഒരു കമ്മീഷൻ എന്ന നിലയിൽ ഒരു 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 റിട്ടയേർഡ് ജസ്റ്റിസ് എന്ന തരത്തിൽ ബഹുമാനിക്കപ്പെടുന്ന അത്തരത്തിൽ കാണുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇന്നിപ്പോൾ ചെയ്യുന്നത് എന്താ? കഴിഞ്ഞ വീണ്ടും സരിതയെ കൊണ്ട് ബിജു രാധാകൃഷ്ണനെ കൊണ്ട് പോലീസ് പോയില്ലേ, അങ്ങോട്ട് വരുന്നില്ലേ, അങ്ങനെ ചെയ്തില്ലേ എന്ന് പ്രസിനോട് പറയുക, പൊതുജനത്തോട് പറയുക. അത്തരത്തിലേക്കാകാമോ? അതൊരു ശരിയായ നടപടിയാണോ? രണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നടപടിക്രമങ്ങളില്ലേ? ഒരു ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയെ സാക്ഷിയായി കമ്മീഷൻ അവിടെ വിസ്തരിക്കുന്നു, അദ്ദേഹത്തിൽ നിന്ന് തെളിവെടുക്കുന്നു, ആ തെളിവെടുക്കാൻ സാക്ഷിയെ കൊണ്ടുപോകുന്ന നടപടി, ഇതെല്ലാം തെറ്റായ നടപടികളുടെ ഭാഗമായി വരുന്നില്ലേ? മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എവിടെ നിന്നാണ് പ്രൊഡക്ഷൻ വാറണ്ട് വാങ്ങിയത്? എവിടെ നിന്നാണ്? ഇതെല്ലാം വക്കീൽ പ്രവീൺ ഇവിടെ പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ സാമൂഹിക ആവേശം കൊണ്ട് പറയുകയാണ്. എനിക്ക് സാമൂഹിക ആവേശവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോടും ഒന്നും ഒരു വിയോജിപ്പില്ല. പക്ഷേ നിയമം വെച്ച് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കമ്മീഷന് വന്നിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കണം. ഞാൻ വ്യക്തിപരമായി കമ്മീഷനെ വിമർശിക്കണമെന്ന് പറയില്ല, ചൂണ്ടിക്കാണിക്കണം. അത് നമ്മുടെ അവകാശം കൂടിയാണ്. അത് ആരാണേലും ചെയ്യണം. അതല്ല ഇതിനകത്ത് ചെയ്തത് ന്യായമാണ്, സരിതയെ പോലെ കാണണ്ടേ ബിജുവിനെ. സരിതയും ബിജുവും ഒക്കെ ചില പ്രതികൾ, തട്ടിപ്പ് കേസുകളിലെ പ്രതികളായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരെ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നു, ചില കേസുകൾ ഇനിയും വിസ്തരിച്ച് ശിക്ഷയിലേക്ക് പോകണം, അല്ലെങ്കിൽ മോചിപ്പിക്കപ്പെടണം, എന്തുമാകട്ടെ. അത്തരത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്ന ആ പ്രതി, ആ കസ്റ്റഡി ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കുന്ന പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെയായിരിക്കണം, ഏത് കോടതിയുടെ അനുവാദം ചോദിക്കട്ടെ. ഈ പ്രതി പോലീസിനെ തട്ടിപ്പോയാൽ എന്ത് ചെയ്യും? അല്ല, ഈ പറഞ്ഞ സാങ്കേതികത്വത്തെ ഒരു കാര്യം നല്ലതാണ്. ഷുക്കൂർ സുരക്ഷയുടെ കാര്യം വിട്ടിട്ട് സാങ്കേതികത്വത്തിലേക്ക് വന്നല്ലോ, നന്നായി. സാങ്കേതികത്വം അതേപോലെ തന്നെ പാലിക്കപ്പെട്ടു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂകണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഒന്ന്, നേരത്തെ ഷുക്കൂർ ഉയർത്തിയത് സാങ്കേതികത്വമല്ലല്ലോ, അതിനപ്പുറത്തേക്ക് സുരക്ഷയല്ലേ. ആ സുരക്ഷയെക്കുറിച്ച് ഇതേവരെ എന്തുകൊണ്ട് എവിടെ സർക്കാർ ആ സുരക്ഷയെക്കുറിച്ച് ബോധേഡായിരുന്നു എന്ന് അദ്ദേഹം പറയട്ടെ. ഇതുവരെ ബിജു രാധാകൃഷ്ണനെ നടത്തിയ ഏത് ട്രാൻസ്പോർട്ടേഷനിലും എന്ത് സുരക്ഷാ മെഷേഴ്സ് ആണ് ഈ സർക്കാർ പാലിച്ചത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവസാനമായി ശ്രീ ശാസ്തമംഗലം അജിത്ത്, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുൻപിലേക്ക് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ ആ തെളിവ് അന്വേഷിച്ച് പോകാൻ അദ്ദേഹത്തെ അധികാരപ്പെടുത്തുന്ന ചട്ടവും വ്യവസ്ഥയും ഉണ്ട് എന്ന് താങ്കൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പക്ഷേ അങ്ങനെ അധികാരപ്പെടുത്തുന്ന ചട്ടവും വ്യവസ്ഥയും ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പോകുന്നതിന് മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കാനുണ്ടോ എന്നതാണ് ചോദ്യം. അതിന് മുൻപ് നമ്മുടെ ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി വിവക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് താങ്കൾ പറയുക. അതായത് ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ എന്താണോ പറഞ്ഞത് അതാണ് ഇക്കാര്യത്തിൽ അന്തിമമായ നിയമപരമായ തീർപ്പ് എന്ന് കരുതാൻ കഴിയില്ല എന്നാണോ? അജിത്ത്, താങ്കളോട്. ആരെന്നോടാണോ? ഹലോ അജിത്ത് പറയൂ. എന്നോടാണോ? അതാ ഞാൻ ഇതിനകത്തൊരു ഡെഫിനറ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്നതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു. ഹലോ, ഇതിനകത്തൊരു ഡെഫിനറ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്നതിനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിൻ്റെ നിയമവശം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ടിനകത്ത് 2 വകുപ്പുകളുണ്ട്, വിച്ച് എനേബിൾസ് ഹിം പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസ്കവറി ഓഫ് എ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പവേഴ്സ് ഉണ്ട്. ഈ പവേഴ്സ് സിവിൽ കോർട്ടിന്റെ പവേഴ്സ് ആണെന്നുള്ളത് ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമി വേഴ്സസ് അരുൺ ഷൗറി എന്ന കേസിനകത്ത് കൂലങ്കഷമായിട്ട് സുപ്രീം കോടതി ചർച്ച ചെയ്തതാണ്. സുപ്രീം കോടതിയിലെ വിധിയുണ്ട്, അതിനകത്ത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം പവേഴ്സ് ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതുപോലൊരു സിറ്റുവേഷൻ നമ്മുടെ സുഹൃത്ത് മിസ്റ്റർ ഷുക്കൂർ പറഞ്ഞതുപോലെ, അതായത് ഒരു ലൈഫ് സെന്റൻസിൽ കിടക്കുന്ന ഒരു പ്രതിയെ വാട്ട് ആർ ദ റൂൾസ് ടു ബി റൂൾസ് ദെയർ ടു ട്രാൻസ്പോർട്ട് ഹിം ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. അതിനെ സംബന്ധിച്ച് അൺഫോർച്ചുനേറ്റ്ലി ഇതിന് യാതൊരു പ്രസിഡന്റും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നന്ദി ശ്രീ അജിത്ത്. ഒപ്പം തന്നെ ഷുക്കൂർ, പ്രവീൺ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിജു രാധാകൃഷ്ണനുമായുള്ള തെളിവെടുപ്പ് യാത്രയിൽ സോളാർ ജുഡീഷ്യൽ കമ്മീഷന് തെറ്റുപറ്റിയോ എന്നതായിരുന്നു ഇന്നത്തെ ഓൺലൈൻ ചോദ്യം. ഓൺലൈൻ വോട്ടെടുപ്പിൽ 58% ആളുകൾ കമ്മീഷന്റെ തീരുമാനം തിടുക്കപ്പെട്ടതാണ് എന്ന് വിലയിരുത്തിയപ്പോൾ 48% ആളുകൾ കമ്മീഷന്റേത് ഉചിതമായ തീരുമാനമാണെന്ന് വിലയിരുത്തി.
ചർച്ചയിലും വോട്ടെടുപ്പിലും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ബിഗ് സ്റ്റോറി ഇന്ന് പൂർണ്ണമാകുന്നു. ന്യൂസ് ടുഡേ കാണാം. നമസ്കാരം.